MJ അങ്കിൾ ഇനി വരാൻ പോകുന്നത് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞുമണിയാണ്. ശിവഗാമി കുട്ടി എത്തുകയാണ് കേട്ടോ, ഒരു സൂപ്പർ സോങ്ങുമായിട്ട്. വിളിച്ചാലോ? വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ശിവഗാമി കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ആഹാ, ഒരു വലിയ റോസാപ്പൂ ഉണ്ടല്ലോ. തലയിലുണ്ട് ഒരു പൂ. തലയിലുണ്ട്. മാലയും ആ ഉടുപ്പൊക്കെ കണ്ടോ? അതെ 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 അതെ. ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ നമ്മുടെ കുഞ്ഞിനെ അതെ, ഇതുവരെ. ആ, ആദ്യമായിട്ട് അത്ര സ്റ്റൈലിഷ്. ഈ ഉടുപ്പ് ആരാ വാങ്ങിച്ചെന്ന്? മായാൻ്റെ അടിച്ചു തന്നത്. ഓ, മായ ചേച്ചിയാണോ? അത് ശരി. ആഹാ, വെരി ഗുഡ് വെരി അപ്പൊ ഗുഡ്. മായ ചേച്ചി ഒരുപാട് ഗിഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒത്തിരി ഗിഫ്റ്റ് ആയിട്ടാ വന്നത്. എനിക്കും കിട്ടിയിട്ടുണ്ട്. എനിക്കും കിട്ടി, കിട്ടിയിട്ടുണ്ട്. എനിക്കും കിട്ടി. എനിക്കും കിട്ടി. ചേച്ചി ഒന്നും വരട്ടെ അല്ലേ? അതെ അതെ, മായന്റെ ഇടയ്ക്ക് വരണം കേട്ടോ. നമ്മൾ അറിയിക്കാം, ഓരോ ഷെഡ്യൂളിൽ അറിയിക്കാം. അപ്പൊ അതനുസരിച്ച് വന്നോട്ടെ. ഭയങ്കര സന്തോഷമാണ് രണ്ടുപേരും വന്നത്, ജലജ ചേച്ചിയും. തീർച്ചയായിട്ടും. JR ശിവഗാമി എന്തോ മുത്തുമകളെ, എന്തോ ഇന്ന് ഏതാണ് പാട്ട്? ഇത്തിരി പൂവിന്റെ കൈക്കൊമ്പിളിൽ വീണു. ഞാൻ പറഞ്ഞില്ലേ മുത്തേ, മുത്തുമകളെ, അതാണ് നമ്മുടെ മുത്തുക്കുട്ടിയല്ലേ. എന്തോരം സ്നേഹമാണ് നമുക്ക് നമ്മുടെ ശിവഗാമി കുഞ്ഞിന്റെ അടുത്ത്. അപ്പൊ കഴിഞ്ഞ പെർഫോമൻസ് ഒക്കെ മറന്നല്ലോ, മനസ്സിൽ നിന്ന് മറന്നല്ലോ. അതെ. ഇന്ന് ഇറ്റ്സ് എ ന്യൂ ഡേ, ന്യൂ ഡോൺ. ഓക്കെ, അച്ഛനും അമ്മയും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം. Yes. ഇടയ്ക്ക് ഹലോ, മോനാണെങ്കിൽ ഒരു ടെൻഷൻ ഇല്ല, അവനെ പോലെ അവൻ അവനാ. എന്ത് ചില്ല. ചില്ല, ചില്ല. അതെ അതെ അതെ. ആ. അവന് കോൺഫിഡൻസ് ഉണ്ട് അതെ, എന്ന് പറഞ്ഞാൽ ചേച്ചി പാടി ചേച്ചി നന്നായി സൂപ്പർ പാടും. ആക്കുന്നുള്ളത്. ഇത്തിരി പൂവിന്റെ കൈക്കുമ്പിളിൽ വീണ മുത്തേ മണിമുത്തേ അല്ലെ, മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ, ഫാസിൽ സാറിന്റെ ബ്യൂട്ടിഫുൾ സിനിമയാണ്. ഇതിൽ എനിക്ക് തോന്നുന്ന ഡയലോഗ്സോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റോ എഴുതിയിരിക്കുന്നത് ജഗദീഷ് ഏട്ടനാണ്. ആണല്ലേ? ആ, അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ജഗദീഷ് ഏട്ടൻ ഒരു സൂപ്പർ ആർട്ടിസ്റ്റ് അല്ലേ. അതെ അതെ അതെ. മൈ ഗോഡ്, അദ്ദേഹത്തിൻ്റെയാണ് അത്. ഞാൻ ഡയലോഗ്സ് ആണോ സ്ക്രിപ്റ്റ് ആണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അത് അങ്ങനെയാണ്. പിന്നെ ഇത് എഴുതിയിരിക്കുന്നത് ONV സാറാണ്. ഇത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അങ്കിളിൻ്റെ ഗുരുനാഥനാണ്, MB ശ്രീനിവാസൻ സാറാണ്. അപ്പോൾ അസലായിട്ട് പാടുക മകളെ. ഓക്കെ. മുത്തേ മുത്തേ മുത്തേ
സൂപ്പർ സൂപ്പർ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. മായാൻറ്റി, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ കണ്ണ് നിറഞ്ഞത്? സന്തോഷം കൊണ്ടാണ് അല്ലേ? ആന്റിക്ക് നേരിട്ട് കേട്ടപ്പോ ഒത്തിരി സന്തോഷമായി തോന്നുന്നു അല്ലേ? ഞാൻ മോളുടെ പാട്ട് നേരിട്ട് കാണാൻ പറ്റിയൊരു ഭാഗ്യം. പാടുന്ന കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ മോളും പാടും, പക്ഷെ ഇപ്പം അവർക്ക് പാടാൻ പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാണ്. കുട്ടികൾ പാടുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. അവളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോക്ക് വേണ്ടി ഒരു 2 വരി എനിക്കൊന്ന്. ഓ പിന്നെന്താ. താലോലം താനെ താരാട്ടും പൂങ്കാറ്റും ചാഞ്ഞുറങ്ങുമ്പോൾ ഞാനീ പാടും നീണം പോലും കണ്ണീരോടെ രാരീരാരോ. പൂങ്കുരുന്നേയോ കൺമണിയെ ആനന്ദം നീ മാത്രം. താലോലം താനെ താരാട്ടും പൂങ്കാറ്റും ചാഞ്ഞുറങ്ങുമ്പോൾ ഞാനീ പാടും നീണം പോലും കണ്ണീരോടെ രാരീരാരോ. പൂങ്കുരുന്നേയോ കൺമണിയെ ആനന്ദം നീ മാത്രം. താലോലം താനെ താരാട്ടും ചാഞ്ഞുറങ്ങുമ്പോൾ. ശരിക്കും ഹൃദയം തൊട്ടുപോയി സത്യത്തില്. അതെ. ശരിക്കും അതെ അതെ. എന്ന് പറഞ്ഞാൽ ശിവകാമി കുഞ്ഞിന്റെ പാട്ടും അതും ഹൃദയം തൊടുന്നു. ചേച്ചിയുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള ചില ഇമോഷൻസ് ആണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും അതെ. അതും നമ്മുടെ ഹൃദയം തൊടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ഈ വേദി സന്തോഷത്തിൻ്റെതാണ്. ആനന്ദം നീ മാത്രം എന്ന് പറയുന്നത് അല്ലേ? അവിടെ ശിവകാമി കുഞ്ഞാണ് നമ്മുടെ ആനന്ദം. ചേച്ചി അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇതിനേക്കാളും വലിയൊരു അവാർഡ് ഇങ്ങനെ കിട്ടാനുണ്ട്. അതെ. എനിക്കൊരു റിലേറ്റ് ചെയ്യാൻ എനിക്ക് വിഷമം തോന്നുന്ന മോൾക്കും കുറേശ്ശെ വീസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ട്. അപ്പം പാടും, പക്ഷെ ബ്രത്ത് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവളുടെ ആദ്യം മുതലുള്ളത് കാണുന്നോണ്ട് എനിക്ക് അതുകൊണ്ട് ഒരു പ്രത്യേക മമതയുണ്ട് അവളോട്. നമ്മുടെ കുഞ്ഞ് അതൊന്നൊക്കെ മാറിയല്ലോ. അതെ. ഒരു പ്രശ്നമില്ല ഇപ്പം. അസലായിട്ട് പാടി. അസലായിട്ട് പറഞ്ഞാൽ അസലായിട്ട് പാടി. താങ്ക് യു. പ്രത്യേകിച്ചും MBSRന്റെ പാട്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കാലങ്ങളും അതിനുശേഷം അദ്ദേഹത്തിന്റെ പാട്ടുകൾ എൻ്റെ രാത്രി പാട്ടുകളായതും അതിൽ നിന്ന് പഠിച്ചതും എന്താണ് കോമ്പോസിഷൻ എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കിയതും. അപ്പൊ അങ്ങനെ എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ തന്നെ എന്ന് വിചാരിക്കുന്ന കുറേ യാത്രകളിലൂടെ ഞാൻ കണ്ടെത്തിയ എൻ്റെ ഗുരുനാഥൻ്റെ സംഗീതമുണ്ട്. ആ സംഗീതം ഇവിടെ കേൾക്കാൻ പറ്റുന്നു. പിന്നെയും നമ്മുടെ കുഞ്ഞിൽ നിന്ന് എത്രയോ വർഷം മുമ്പേ ഉള്ള ഒരു പാട്ടാണ്. 1987 പാട്ടാണ്. ആ പാട്ട് നമ്മുടെ കുഞ്ഞുണ്ടല്ലോ കലക്കി പാടി. പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. അമ്മയ്ക്കും അച്ഛനും ഇപ്പോഴും മുഖത്ത് ഒരു ടെൻഷൻ കാണുന്നുണ്ട് ഞാൻ. പക്ഷെ സന്തോഷമല്ലേ വേണ്ടത്?
സന്തോഷം വരട്ടെ, ആ രണ്ടുപേരുടെ ഒരു ചിരി അങ്ങോട്ട് കാണട്ടെ. അതല്ലേ കുഞ്ഞിനും ചിരിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കണേ. അത് പോരട്ടെ, ഒരു നല്ലൊരു കൈഡി ആ കുടുംബത്തിനായിട്ട് കൊടുക്കണം. കൈവിട്ട സ്വർഗം കിനാവു കണ്ടു എന്ന് പറഞ്ഞില്ലേ, അവിടെ ആ പാട്ടിന്റെ കിനാവ് ഇങ്ങനെ കണ്ടുകൊണ്ട് അങ്കിൾ കേട്ടോ, അത് സൂപ്പറായിരുന്നു. താങ്ക് യു. പിന്നെ നിദ്രയിൽ കൺമണി നീ ഒന്ന് തേങ്ങി, ആഹാ അല്ലേ മധു? തീർച്ചയായിട്ടും അത് അതെ. ഈ ഇമോഷൻസ് കൊണ്ടുവരുന്ന ഒട്ടും ഈസി അല്ല ഈ പാട്ടിലുള്ള, അതിന് മെച്യൂരിറ്റി വേണം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, അതായത് നമ്മുടെ JR ശിവകാമി എന്ന ശിവകാമി കുഞ്ഞിന് ആ മെച്യൂരിറ്റി ഓൾറെഡി ഈ ചെറിയ വയസ്സിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ചില പെർഫോമൻസ് വേണ്ട രീതിയിലായോ എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും. പക്ഷെ കുഞ്ഞല്ലേ, കുഞ്ഞിന് ഒരു അവസരം കൊടുക്കണം, സമയം കൊടുക്കണം. അവർ വളരാനായിട്ട് നമ്മൾ സമയം കൊടുക്കണം. ഓരോന്നിലും നമ്മൾ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല. അവർ മുന്നോട്ട് വരുന്ന ആ ഒരു ഗ്രോത്ത്, ആ ഒരു ജേണി, അതിൻ്റെ കൂടെ നിൽക്കുകയാണ് നമ്മൾ കൂട്ടുകാരുള്ളത്. പിന്നെ ഏറ്റവും അവസാനിപ്പിച്ചില്ലേ, അവിടെ സസ്റ്റെയിൻ ശ്രുതി കുറച്ചും കൂടെ ചേർന്നാൽ നന്നായിരുന്നു. പിന്നെ ഫസ്റ്റ് പല്ലവിയിൽ, ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത് അങ്കിള്. ഫസ്റ്റ് പല്ലവിയിൽ അങ്കിൾ എന്തോ ഇത്തിപ്പോരം അതെ. എവിടെയോ ശ്രുതി, അത് പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ ലാൻഡ് ചെയ്യാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ചരണം, സെക്കൻഡ് ചരണം Yes. അസാധ്യം എന്നല്ലാതെ ഒരു വാക്കില്ല അതിന്. അത് നമ്മുടെ JR ശിവകാമി. പണ്ട് സുജി ചേച്ചിയുടെ ഒക്കെ കൊച്ചുകുട്ടിക്കാലത്ത് യേശുദാസ് സാറിൻ്റെ കൂടെ പാടുന്നത് നമുക്ക് കാണാം. അത് ചിലപ്പോൾ ഇതുപോലുള്ള വർണ്ണാഭമായിട്ടുള്ള ചില കോസ്റ്റ്യൂംസ് ആണ് അതെ, അതെ. ഞാൻ കാണുന്നത്. അതിൽ ഇങ്ങനെ സോക്സും ഒക്കെ ഇതുപോലെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ സുജി ചേച്ചി ഇങ്ങനെ ഓർക്കാണ് കേട്ടോ. ഇത് ചിത്ര ചേച്ചിയും പാടിയിട്ടുണ്ടല്ലോ അല്ലേ, രണ്ടിനും കൂടെ പാടിയിരിക്കുന്നു. ബ്യൂട്ടിഫുൾ സോങ് ആണ്, Thank you. ബ്യൂട്ടിഫുൾ സെലക്ഷൻ ഓഫ് സോങ് ആണ്, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു. ശിവകാമിക്കുട്ടി ഉഗ്രനായിട്ട് പാടി. താങ്ക് യു. നല്ല ഫീൽ ഉണ്ടായിരുന്നു പാടിയതിൽ. ഓരോ ലൈനിലും നല്ല ഭാവം കൊടുത്താണ് പാടിയത്. ഇപ്പൊ പറഞ്ഞ പോലെ ഈ കുട്ടിക്കാലത്ത് തന്നെ ഒരു പാടുമ്പോൾ മെച്യൂരിറ്റി ഉണ്ട് പാടുന്നതിൽ, ആ ഭാവം കൊടുക്കുന്നതിൽ. അത് അറിയാതെ വരുന്നതാണ്, അത് ജന്മന കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒരിക്കലും തോന്നുന്നില്ല. അത് വളരെ നാച്ചുറലാണ് മോളിൽ കൊടുക്കുന്ന ഫീല്. ഓരോ ലൈനിലും വളരെ 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 മനോഹരമായിട്ട് പാടി. താങ്ക് യു. ആദ്യം ആ ഇത്തിരി പൂവിന്റെ കുറച്ച് ശ്രുതി പ്രശ്നം മാത്രമേ എനിക്ക് തോന്നി. ഏറ്റവും MJ ഞങ്ങൾ പറഞ്ഞ ലാസ്റ്റ് ലൈനിൽ നിർത്തിയപ്പോൾ ഉണ്ടായിരുന്ന അത് കുറച്ച് സ്റ്റഡി ആവണമെന്ന് എനിക്ക് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം സൂപ്പറോ സൂപ്പർ, താങ്ക് യു. ഉഗ്രനായിരുന്നു. താങ്ക് കേട്ടാ, യു. അപ്പൊ കഴിഞ്ഞ തവണത്തെ പ്രശ്നം ഇന്ന് നികത്തി, പോരായ്മ കംബാക്ക് നടത്തി അതെ, അല്ലേ? കംബാക്ക് നടത്തി പൂർവാധികം ശക്തിയോടെ. അതെ. ഓക്കെ, സൂപ്പർ. താങ്ക് യു. യെസ്, ശിവകാമിക്കുട്ടി എന്തോ തീർച്ചയായും കംബാക്ക് തന്നെയാണ് ശിവകാമിക്കുട്ടിയുടെ കേട്ടോ. ഈ പെർഫോമൻസ് എന്തൊരു ഫീലാണ്. താങ്ക് യു. അതിവിടെ നേരെ എത്തി. ഇവിടെ അതാണ് കരച്ചിലൊക്കെ വരുന്നതും നമുക്കൊക്കെ ഇങ്ങനെ സങ്കടം വരുന്നതും സന്തോഷം വരുന്നതും. ആ ഫീല് എന്താ പറയാ, അത് എല്ലാവർക്കും വരുന്ന ഒരു ഇതല്ല, എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ല അത്ര ഫീലോടുകൂടെ പാടുക എന്ന് പറയുന്നത്. നമ്മുടെ ശിവകാമിക്കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മിടുക്കി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോ ശിവകാമി കുഞ്ഞിന് ഇന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 99.7 വൈഫ് അല്ല 75. ശിവകാമിക്കുട്ടി ഓൾ ദ ബെസ്റ്റ്. അത് മാത്രമല്ല നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ ആണ്. ഈ പെർഫോമർ ഓഫ് ദ ഡേ കൊടുക്കാൻ നമുക്ക് മായ ആന്റീനെ എന്തായാലും വിളിക്കണം. തീർച്ചയായിട്ടും. അതെ. മായ ആന്റി വരണം. വായോ, ജസ്റ്റ് ഇത് കൊടുത്താ മതി. വായോ. രണ്ടുപേരും കൂടെ വിളിക്കാല്ലേ, ജലജ ചേച്ചി രണ്ടുപേരും രണ്ടുപേരും കൂടെ കൊടുക്കാം. അതെ. ശിവകാമിക്കുട്ടിക്ക് വലിയ വൈറ്റിന് ഒരു ഗിഫ്റ്റ് ഹാമ്പർ. അപ്പൊ എല്ലാവർക്കും ഒത്തിരി സന്തോഷമുള്ളൊരു സമയമാണ് കേട്ടോ. എനിക്കും എന്നെ ഇനി ഒത്തിരി ഉമ്മോക്കരുത്, ഞാൻ കരയും. ഉണ്ട് ഇവിടെ ഉണ്ട്. ഉമ്മ തരാനാണോ വീണ്ടും? വിഷമിക്കണ്ട കേട്ടോ. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് വരണം ശിവകാമിക്കുട്ടീനെ ഞങ്ങളെ ഒക്കെ കാണാനായിട്ട്. രണ്ടുപേർക്കും താങ്ക് യു. കൂടെ പോക്കോ. MJ അങ്കിൾ, നമുക്കൊരു വീഡിയോ കണ്ടോക്കാം. യെസ്. ഓക്കെ, ഇതെങ്ങനെ നീ പഠിച്ചു? എനിക്കൊരു അതിശയമായിട്ട് തോന്നുന്നു. എങ്ങനെ പഠിച്ചു? ഇവനൊന്നും നോക്കാനില്ല. നമുക്കൊക്കെ പലപ്പോഴും ചില സമയത്ത് വളരെ കോൺഷ്യസ് ആവും, ചില സമയത്ത് ചില പാട്ട് ഒരു ആവശ്യമില്ലാതൊക്കെ. ഇവൻ വരണ്ടത് വെച്ച് കാണാവുന്ന രീതിയിലാണ് പാടുന്നത്.
പാട്ടെ മടിച്ചിട്ടേ എല്ലയിലെ മണി വളക്കിലിങ്ങനെ എന്താണ് റിച്ചൂട്ടനും നമ്മുടെ ദ്വിതിക്കുട്ടിയാണ് എത്തുന്നത്. റിച്ചൂട്ടൻ ആഹാ. വരുമ്പോ എനിക്കാണ് ഭയങ്കര സന്തോഷം. കാരണം എന്റെ കുഞ്ഞു ബേബിയാണ് റിച്ചുകുട്ടൻ. റിച്ചുകുട്ടൻ പണ്ട് ഇവർ ഇത്രയും ചെറുതാണല്ലോ ആര്യ ചേച്ചി. അപ്പൊ കുറച്ച് വലുതാകുമ്പോ ആൺകുട്ടികളൊക്കെ ആവുമ്പോ ഇവർക്ക് കുറച്ച് നാണം വരുമല്ലോ നമ്മൾ അങ്ങനെ വിടാം. റിച്ചുകുട്ടൻ അതേ ഇല്ല. അവൻ ഇപ്പൊ കണ്ടാലും ഒരു 100 ഉമ്മയും തന്നെ എന്റെ പുറകെ നടക്കും. അങ്ങനെ വരുന്ന ആളാണ്. അപ്പൊ എനിക്കാണ് സ്പെഷ്യൽ സന്തോഷം. അവൻ വീണ്ടും ടോപ്പ് സിംഗറിലേക്ക് തിരിച്ചു വരുന്നു, ഇത്രയും വലിയ ബേബി ആയിട്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് വിളിക്കാം. വിളിക്കാം. യെസ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ റിച്ചുകുട്ടൻ ആൻഡ് ദ്വിതിക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. അതെ ഈ പുരുഷൻ ഒരു പുരുഷൻ വരുന്നു. ഇവന് മസിലൊക്കെ വന്നു കേട്ടോ. അവന് മസിലന്റെ മീശ വന്നു. മീശ വന്നു. ജിമ്മില് പോകുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? മീശ വരച്ചാണോ അവിടെ? എനിക്ക് നല്ല സംശയം ഉണ്ട് കേട്ടോ. ഒറിജിനലാ? അയ്യോ ഒറിജിനൽ. ആ, അതെ, 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 അതെ. ഉള്ളത് പറിച്ച് കളയരുത്. ആ നീഹാര ഉണ്ടെങ്കിൽ പറിച്ചു നോക്കായിരുന്നു അതെ, അല്ലേ? ഇവൻ എന്റെ കൊച്ചു മെലഡി രാജയാണ്. KMR എന്നാണ് ഇവന്റെ പേര്. ഓർമ്മയുണ്ടോ? അത് MJ ഇട്ട പേരാ അത്. പിന്നെ വേറൊരു പേരുണ്ടല്ലോ, മൂഷികൻ. മൂഷികൻ. പറയാൻ പറ്റില്ല, കൊറേ ഉണ്ട്, ആണോ? എണ്ണിയാ തീരൂല. പിന്നെ ഭാവഗായകൻ. ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് ചൊട്ട മുതൽ ചുടല വരെ എന്ന് പറഞ്ഞപ്പോ ആ. അവന്റെ അച്ഛന് ഓർമ്മ വേണം. ഉം. അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്പൈഡർമാൻ ആയിട്ട് താഴോട്ട് അദ്ദേഹം ഇറങ്ങി വന്നിട്ടുണ്ട് ഒരു ദിവസം. ആഹാ, ആഹാ. അപ്പൊ ഞാൻ പറഞ്ഞു, റിച്ചുടാ അച്ഛനിപ്പോ വന്നിറങ്ങിയില്ലേ, അതുപോലെ അങ്കിളും വന്നിറങ്ങി. ആഹാ. അപ്പൊ അങ്ങനെ ഇവന് വേണ്ടിയിട്ടാണ് ഞാൻ അതിന്റെ മേളിൽ കയറിയത്. ആ ഞാൻ ഓർക്കുന്നുണ്ട്, മറ്റേ തൂങ്ങിയൊക്കെ തൂങ്ങി ഇറങ്ങി. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഈ വീഡിയോ ആ. ഇപ്പൊ വന്നപ്പോഴത്തേക്കും വൈറലായിട്ട് അതിന് കുറെ ആൾക്കാർ ഇങ്ങനെ വേറെ ഒരു ജോലി ഇങ്ങനെ വല്ല ആവശ്യമുണ്ടോ, വയസ്സായെന്നുള്ള വിചാരം അതിന്റെ ഇയാൾക്കുണ്ടോ? പൂർവ്വചരിത്രം അവര് കാണുന്നില്ല. പൂർവ്വകഥ. ആ. ഇവന്റെ അടുത്തുള്ള സ്നേഹത്തിലാണ് അത് ചെയ്തത്. അത് ശരി. അവന് വേണ്ടിയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ എന്റെ മടിയിൽ വന്ന് എത്രയോ പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. അവന്റെ ഓരോ പാട്ടും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ടാലൻസ് ആണ് അതെ 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 അതെ. റിച്ചുട്ടൻ എന്ന് പറയുന്നത്. അവൻ നമ്മളെ പ്രൗഡാക്കിയിട്ടുണ്ട്. സോണി ടിവിയിൽ സൂപ്പർ സ്റ്റാർ സിംഗർ 2 അല്ലെ, അതില് വന്ന് കാലക്ക് കപ്പയിട്ട് ഒരു രക്ഷയില്ല. അതെ അതെ അതെ. അങ്ങനെ ഇവന് ഫാൻസ് എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം ഫാൻസ് ആണ് ഇപ്പൊ. അതെ 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 അപ്പൊ ഒരു ഇന്റർനാഷണൽ സ്റ്റാർ ആണ് എന്റെ അടുത്ത് നിൽക്കണേ. അതെ അതെ. അയ്യോ ആയോ? അവൻ എന്തൊക്കെ ആവാൻ പോകുന്നു നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റൂല. അത്രയ്ക്ക് അധികം ടാലന്റ് ഉള്ള ആളാണ്. അപ്പൊ അതെ, തീർച്ചയായിട്ടും അതെ. നമ്മുടെ KMR യു ആർ ബാക്ക് ആൻഡ് ഐ ആം സോ ഹാപ്പി. റിച്ചുടാ, അപ്പൊ ദേവസംഗീതം ഒന്ന് പാടിത്തരാമോ? ഉറപ്പായിട്ടും. പഴയ ശബ്ദത്തിലാണ്. അത് പഴയ ശബ്ദം ഇപ്പൊ ഇങ്ങനെ അതിൽ തന്നെ വേണം, കോംപ്രമൈസ് ഇല്ല. അത് കൊണ്ടുവരാൻ എങ്ങനെയാ കൊണ്ടുവരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ കൊണ്ടുവന്നേനെ. ദേവസംഗീതം നീയല്ലേ ദേവി വരൂ വരൂ, തേങ്ങുമീ കാറ്റ് നീയല്ലേ തഴുകാൻ ഞാനാരോ. ദേവസംഗീതം നീയല്ലേ നുകരാൻ ഞാനാരോ. ആരുമില്ലാത്ത ജന്മങ്ങൾ തീരുമോദാഹമീ മണ്ണിൽ നിന്നോർമ്മയിൽ ഞാനേകനായി, നിന്നോർമ്മയിൽ ഞാനേകനായി. തേങ്ങുമീ കാറ്റ് നീയല്ലേ തഴുകാൻ ഞാനാരോ. ദേവസംഗീതം നീയല്ലേ നുകരാൻ ഞാനാരോ. ആഹാ ആഹാ. ഹായ്. വെരി നൈസ്. നമുക്കുട്ടി റിച്ചുട്ടിന്റെ പാട്ട് എങ്ങനെയുണ്ട്? സൂപ്പറാ സൂപ്പറാ. സൂപ്പറാ. എങ്ങനെയുണ്ടായിരുന്നു പ്രാക്ടീസ് ചെയ്തത്? സൂപ്പറാ അത് സൂപ്പർ. സൂപ്പറാ. എല്ലാം അതൊക്കെ സൂപ്പറാ, എല്ലാം സൂപ്പറാ. റിച്ചുടാ എങ്ങനെയുണ്ട് നമ്മുടെ അമ്മുക്കുട്ടി? നല്ലോണം പാടുന്ന കുട്ടിയാണ്. പറയുന്ന എല്ലാം അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു ഇതറിയാം, കഴിവുള്ള കഴിവുള്ള കുട്ടിയാണ്. ഓ സിമ്പിൾ കാര്യങ്ങൾ എല്ലാം സൂപ്പർ സൂപ്പർ സൂപ്പർ. പറയാം. അതെ, ഇന്നത്തെ പാട്ട് ഉഗ്രനായിട്ട് പാടിയ
അങ്കിളിന്റെ വക ഒരു പ്രസന്റ്. ഗിഫ്റ്റാ എനിക്ക് കിട്ടുമോ? ഓടെ കഴിഞ്ഞ നമ്മളൊന്നും വേണ്ട. അവന് ഗിഫ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയാമോ? ആ. അവന്റെ വീട്ടിലോട്ട് സർപ്രൈസ് ആയിട്ട് പോയി. അവന്റെ ബർത്ത്ഡേക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്നിട്ട് ഒരു കേക്കൊക്കെ അവിടെ പോയി വെട്ടി. അത് ശരി. അപ്പൊ അതൊക്കെ ഓർമ്മയുണ്ട് നിനക്ക്? പിന്നെ ആ അന്നൊരു ഫുള്ള് ദിവസം MJ അങ്കിളുടെ കൂടെ ആയിരുന്നു. ആ എന്റെ കൂടെ തന്നെ ആയിരുന്നു നമ്മള് യാത്രകളും. കോഴിക്കോട് അടിച്ച് പൊളിച്ചു. ഓ അത് ശരി. നമ്മള് മോളിലൊക്കെ പോയി എന്തൊക്കെ മേടിച്ചു അല്ലേ? കുറെ കാര്യങ്ങൾ. യാ ഇന്ന് അമ്മുക്കുട്ടിക്കാണ് ഗിഫ്റ്റ്. പക്ഷെ നന്നായിട്ട് പാടണം. ഏതാണ് പാട്ട്? ആട്ടുതൊട്ടിലിൽ. ഇതിന് ഒരു ഓർമ്മ എനിക്കുണ്ട് കേട്ടോ. കാരണം ഗിരീഷ് ഏട്ടനാണ് എഴുതിയിരിക്കുന്നത്. ലക്ഷ്മികാന്ത് പ്യാരലാലാണ് മ്യൂസിക്. അപ്പോൾ ഈ സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് സുനിലേട്ടനാണ്. സുനിലേട്ടനാണ് എൻ്റെ ആദ്യത്തെ സിനിമയുടെ ഡയറക്ടർ. അല്ലെങ്കിൽ സുനിലേട്ടന്റെ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് മ്യൂസിക് ചെയ്തത്. ഓക്കെ. ചന്ത എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പൊ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പൊ എനിക്ക് അവരൊക്കെ പേരിട്ടു ചന്ത ജയചന്ദ്രൻ. അപ്പൊ അങ്ങനത്തെ ഒരു ഓർമ്മയില് ഗിരീഷേട്ടൻ പിന്നെ വന്നിട്ട് എന്നെ പറഞ്ഞു, എടാ നിന്റെയൊക്കെ എന്തോന്ന് മ്യൂസിക് ഞാൻ ലക്ഷ്മികാന്ത് പ്യാരലാലിന് വേണ്ടി എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് പാട്ട്? അപ്പൊ ഗിരീഷേട്ടന്റെ വോയിസിൽ ആട്ടുതൊട്ടിലേ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ അത് പാടിയത് ഞാൻ ഓർക്കാണ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സോങ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തില്ലേ മക്കളെ? ആ അപ്പൊ സൂപ്പർ ആക്കണേ. സൂപ്പറായി പാടണേ. അപ്പൊ ഡീറ്റെയിൽസ് എന്താ? ഫിലിം പൂനിലാമഴ. ആ. പാടിയത് MG ശ്രീകുമാർ സാർ, ചിത്രമ്മ. വർഷം 1997. മ്യൂസിക് ലക്ഷ്മികാന്ത്. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. അതെല്ലാം ഗിരീഷ് പുത്തഞ്ചേരി സാർ. എല്ലാം പിച്ചിലാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. വെച്ചുടാ. All the best. ജെറിക്കുട്ടി, all the best. Thank you. ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തിയുറക്കി മെല്ലെ മണിപ്പളുങ്കു കവിൾ തടങ്ങ തുള്ളി നുകരും ശലഭമായ ഞാൻ. സൂര്യകാന്തികൾ മഞ്ഞുമഴയിൽ കുതിർന്നു നിൽക്കും ഇടച്ചെരിവിൽ ഒഴുകി വന്ന കുളിരരുവിയലകളായി ഞാൻ. വെണ്ണില ചിറകുള്ള രാത്രി വെള്ളിനി കടലല കൈകളിൽ നീന്തിവാ തെളിനീ തിന്നലേ നനയുമീ പനിനീർ മാറിയല്ലോ. ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തിയുറക്കി മെല്ലെ മണിപ്പളങ്കു കവിൾ തടങ്ങ തുള്ളി നുകരും ശലഭമായ ഞാൻ. സൂര്യകാന്തികൾ മഞ്ഞുമഴയിൽ കുതിർന്നു നിൽക്കും ഇടച്ചെരിവിൽ ഒഴുകി വന്ന കുളിരരുവിയലകളായി ഞാൻ. വെണ്ണില ചിറകുള്ള രാത്രി വെള്ളിനി കടലല കൈകളിൽ നീന്തിവാ തെളിനീർ തിന്നലേ നനയുമീ പനിനീർ മാറിയല്ലോ. ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തിയുറക്കി മെല്ലെ മണിപ്പളങ്കു കവിൾ തടങ്ങ തുള്ളി നുകരും ശലഭമായ ഞാൻ. La 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 la. La 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 la. La 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 la. La 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 la. നീലാകാശച്ചെരുവിൽ നിന്നെ കാണാമെൻ താരമായി നീളേ തെന്നും പൂവിൽ നിന്നെ തേടാൻ തേൻ തുള്ളിയാ. മാറിൽ മിന്നും മറുകിൽ മണിച്ചുണ്ടായി മുത്താൻ വരൂ. ആരോ മൂളും പാട്ടായി മൂളം കണ്ടേ നിന്നുള്ളിൽ ഞാൻ. മായുമീ മരതക ചായയിൽ മൗനമാ മധുകണ
കിടത്തിയുറക്കി മെല്ലെ മണിപ്പളങ്കു കവിൾ തടഞ്ഞ് തുള്ളിനുകരും ശലഭമായി ഞാൻ. സൂര്യകാന്തികൾ മഞ്ഞുമഴയിൽ കുതിർന്നു നിൽക്കും ഇടച്ചെരിവിൽ ഒഴുകി വന്ന കുളിരരുവിയലകളായി ഞാൻ. പടവിൽ വെയിൽ കായും ഹംസങ്ങളെ താനേ തുള്ളി വീഴും തണുപ്പോലും മോഹങ്ങളെ. അമ്പിളി തളയിട്ടു തുള്ളിവാ ചെമ്പനി ചിറകുള്ള ചിന്തയിൽ ആടുമീ പരതാളങ്ങളിൽ തേടുമീ സ്വരജാലങ്ങളിലോ. ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ മണിപ്പളുങ്കു കവിൾ തടഞ്ഞ് കുളിനുകരും ശലഭമായി ഞാൻ. സൂര്യകാന്തികൾ മഞ്ഞുമഴയിൽ കുതിർന്നു നിൽക്കും ഇഴച്ചെരുവിലൊഴുകി വന്ന കുളിരരുവിയലകളായി ഞാൻ. വെണ്ണില ചിറകുള്ള രാത്രിയിൽ വെള്ളി നീ കടലല കൈകളിൽ നീന്തിവാ തെളിനീർ തെന്നലേ മൗനമാ പനിനീർ മാറിയല്ലോ. ആട്ടുതൊട്ടിലേ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ മണിപ്പളുങ്കു കവിൾ തടഞ്ഞ് ഉള്ളിനുകരും ശലഭമായി ഞാൻ. സൂര്യകാന്തികൾ മഞ്ഞുമഴയിൽ കുതിർന്നു നിൽക്കും ഇഴച്ചെരിവിൽ ഒഴുകി വന്ന കുളിരരുവിയലകളായി ഞാൻ. ലാലാലാലാലാലാ. ലാലാലാലാലാലാലാ. ചുരുരുരു ചുരുരുരു. ലാലാലാലാലാലാലാ. ലാലാലാലാലാലാലാ. ആഹാ വെരി ഗുഡ് വെരി ഗുഡ്. റിച്ചുകുട്ടാ, ഓ. ദ്യുതികുട്ടി, ഓ. രണ്ടുപേരും സൂപ്പറായിട്ട് പാടി, കലക്കി, താങ്ക് യു സാർ. ഉഗ്രനായിരുന്നു. ദ്യുതിക്കുട്ടി റിഹേഴ്സലൊക്കെ ചെയ്യണ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത്രയും ടേക്കിൽ ഇത്ര നന്നാവുന്ന, പക്ഷെ അതിനേക്കാളും കലക്കി, മിടിക്കുക കേട്ടോ. താങ്ക് യു. ആ റിച്ചുകുട്ട, ഓ. റിച്ചുകുട്ടൻ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഇവിടെ എത്രയോ പാട്ടുകൾ പാടി തെളിയിച്ച ആളാണ്, താങ്ക് യു സാർ. എവിടെയൊക്കെ പോയി തെളിയിച്ച ആളാണ് അല്ലേ. അടിപൊളിയായിരുന്നു, ഉഗ്രനായിട്ട് പാടി താങ്ക് യു കേട്ടോ, സാർ. വളരെ നന്നായിരുന്നു. റിച്ചുകുട്ടൻ നമ്മുടെ പഴയ റിച്ചുകുട്ടൻ തന്നെ അല്ലേ. ആയിരിക്കാം. ആയിരിക്കാമെന്നോ? അവിടുന്ന് കിട്ടിയ കുട്ടി എപ്പോഴും അങ്ങനെ പറയാ, ആയിരിക്കും എന്ന് പറയാം. ആയിരിക്കും എന്ന് പറയാ അവള്. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ആയിരിക്കാം. ആയിരിക്കാം. അതെ. എന്താ ഇമ്പ്രൂവ്മെന്റ് ദ്യുതിക്കുട്ടിക്ക്? ദ്യുതിക്കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സായി? 8. 8 വയസ്സ്. ഞാൻ ഒരു 18 വയസ്സായിരുന്നു ഈ പാട്ട് കേട്ടപ്പോ. അത്രയ്ക്ക് മെച്ചൂരിറ്റിയിലാ പാടിയത്, നല്ല മെച്ചുവറായിട്ടാ പാടിയത്. മിടിക്കാണ്, മിടിക്കി. താങ്ക് യു. ഓക്കെ, രണ്ടുപേരും സൂപ്പർ സൂപ്പർ. താങ്ക് യു സാർ. താങ്ക് യു. ഞാൻ വിചാരിച്ചു ഈ പ്രസന്റ് വേറെ ആർക്കെങ്കിലും കൊടുത്താലോ എന്ന്. ഞാൻ പറഞ്ഞില്ലേ ഒരു ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞല്ലേ, അത് വേറെ ആർക്കെങ്കിലും കൊടുത്താലോ നമുക്ക്? അത്രയും നന്നായിട്ട് പാടിയോ? പക്ഷെ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോ എന്താ തോന്നി? പാട്ട് കേട്ടപ്പോഴത്തേക്കും പിന്നെ വേറെ ആർക്കും കൊടുക്കാൻ പറ്റൂല എന്ന് തോന്നി. നമ്മുടെ അമ്കുട്ടിയല്ല, പിന്നെ വേറെ ആർക്കാ കൊടുക്ക? അമ്കുട്ടിയെ കലക്കി കേട്ടാ. താങ്ക് യു. ആ ഓന്ന് പാടുന്നതൊക്കെ ഇത്തിരി ടഫാണല്ലേ. ആ, അത് അത് നല്ല correct പണിയാ ആണ്. പാടാൻ. അതെങ്ങനെയാ പാടുന്നത്? ആട്ടുതൊട്ടിലിൽ കിടത്തി ഉറക്കി മെല്ലെ മണിപ്പളുങ്കു കവിൾ തടഞ്ഞ് ഉള്ളിനുകരും ശലഭമായി ഞാൻ. അങ്ങനെ ഈ നോട്ട്സിനെ ഇങ്ങനെ പ്ലക്ക് ചെയ്തെടുക്കുന്ന പോലെ അങ്ങനെ പ്ലക്ക് ചെയ്തെടുത്തു കേട്ടോ, അത് കൊള്ളാട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്നറിയാം, ഈ തുടക്കത്തിൽ പറയുന്നത് സൂര്യകാന്തികൾ. ശരിക്കും ഇത് ചിത്ര ചേച്ചിയാണോ പാടുന്നതെന്ന് എനിക്ക് സംശയം തോന്നി. ചേച്ചിയുടെ ആ പ്രൊണൗൺസിയേഷൻ, ഈവൻ പ്രൊണൗൺസിയേഷൻ പോലും അതുപോലെ കുറുകി വാന്ന്. സൂര്യകാന്തികൾ എങ്ങനെ പാടിയ? സൂര്യകാന്തികൾ മഞ്ഞുമഴയിൽ കുതിർന്നു നിൽക്കും ഇടച്ചെരിവിൽ ഒഴുകി വന്ന കുളിരരുവിയലകളാ ഞാൻ. കുറുകി വാ എങ്ങനെ പാടിയ?
കുറുകി വാ ശരിക്കും ചേച്ചിയുടെ ഒരു പ്രസൻസ് പോലെ എനിക്ക് തോന്നി കേട്ടോ അത്. കുറുകി വാ കുളിർ വെൺപ്രാക്കളേ ഒഴുകുമീ കളിമൺ തോണിയിലോ. എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് അത്രത്തോളം അതില് ഗ്രാസ്പ് ചെയ്തിട്ടുണ്ട് observe ചെയ്തിട്ടുണ്ട്. അതിനെ ഞാൻ അബ്സോർബ് ചെയ്തുകൊണ്ടാണ്. റിച്ചുടാ, ഓ എനിക്ക് എത്ര അധികം സന്തോഷമാണ് നിന്നെ ഈ സ്റ്റേജിൽ കാണുന്നതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതിന് വാക്കുകളില്ല കേട്ടോ. അത്രയധികം ഇഷ്ടമാണ്. അപ്പോൾ നീ ഈ പുതിയ ഒരു പടവിൽ, പുതിയ ഒരു രൂപത്തിൽ, പുതിയ ഭാവത്തിൽ, പുതിയ ശബ്ദത്തിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്ന് ഞാൻ മുന്നോട്ട് കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കാണുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ടൈം ട്രാവലാണ്, അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണേ. എനിക്കിപ്പോ തിരിച്ചു പോയി നിന്നെ ഇവിടെ മടിയിലിരുത്താൻ തോന്നുന്നുണ്ട്. ഇപ്പൊ ഇത്ര വലിയ ചെക്കനായില്ല, എങ്ങനെ മടിയിരുത്തും? ഈ മുതുക്കനൊക്കെ എങ്ങനെ എങ്ങനെ മടിയിരുത്തരാം? പക്ഷെ അവൻ ഇപ്പോഴും മടിയിലേ ഇരിക്കൂ. കേറി ഇരിക്കുന്നു, അതിന് മടിയൊന്നും ഇല്ല. തള്ളി ഇറക്കി വിടണോ? അപ്പോ നിനക്ക് എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ട്, എല്ലാ സമയങ്ങളിലും നന്നായിട്ട് വരട്ടെ. ഇപ്പൊ നമ്മുടെ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്തതിന് ഒരു വലിയ കൈയടിയുണ്ട്. നീ പാടിയത് സൂപ്പർ ആയിരുന്നു കേട്ടോ. താങ്ക് യു സാർ. റിച്ചുകുട്ടാ, ദ്യുതിക്കുട്ടി, ഓ എന്ത് സന്തോഷായിന്നറിയോ പാട്ട് കേട്ടപ്പോ. റിച്ചുയുടെ വോയിസ് നല്ല നല്ല സ്വീറ്റായി നല്ല ഭംഗിയായി വരുന്നുണ്ട്. ആ ഒരു മെയിൽ വോയിസിലോട്ടേക്കുള്ള ഒരു യാത്രയിലാണ് ട്രാൻസ്ഫോർമേഷനിലാണ് ആ ശബ്ദം അതെ, ഇപ്പൊ. താങ്ക് യു ചേച്ചി. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയായി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ദ്യുതിക്കുട്ടിയുടെ ഇംപ്രൂവ്മെന്റ് കേട്ടോ, മിടുക്കിയാണ് കേട്ടോ. താങ്ക് യു. എനിക്ക് ആ പല്ലവി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം പാടിയ ആ പല്ലവി ആയിരുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ദ്യുതിക്കുട്ടി പാടിയതെന്ന് തോന്നുന്നു. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്യുവറ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു രണ്ടുപേരുടെയും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്കൊരു ഹെലികോപ്റ്ററിൽ പോയാലോ? ഇങ്ങോട്ട് എങ്ങനെയാ വന്നത്? കാറില? ട്രാവലറില് ട്രാവലറില്. ഹെലികോപ്റ്ററിൽ ഇനി നമ്മൾ ഹെലികോപ്റ്ററിൽ നടക്കൂ. നമ്മളൊരു ഹെലികോപ്റ്റർ വാങ്ങിച്ചിട്ടുണ്ട്. അത് നമ്മൾ സ്വന്തമായിട്ട്? അമ്പൂട്ടി കൊടുക്കാനാ. സ്വന്തമായിട്ട്? പിന്നെ ഓ, ആ കൊണ്ടുവരട്ടെ. കണ്ണടച്ചോ? അപ്പൊ ഇത് അമ്മുക്കുട്ടിക്കാണ് കേട്ടോ. അങ്കിളുടെ വാ മധുമാമ. യെസ്, അപ്പൊ റിച്ചൂട്ടിന് എത്ര മാർക്ക്? റിച്ചുകുട്ടന് 1000 out of 200. താങ്ക് യു സാർ. നമ്മുടെ അരികുടി എന്താ ദ്യുതിക്കുട്ടിക്ക് 98.5 out of 100. അപ്പൊ ദ്യുതിക്കുട്ടാ ബൈ ബൈ. രിച്ചു ചേട്ടാ ബൈ. ബൈ. അവള് ഹെലികോപ്റ്റർ ഇങ്ങനെ പിടിച്ചിട്ട് എന്നോട് ബൈ പറഞ്ഞു. Bye ന്ന്. കുളിരരുവിയലകളായി